എല്ലാവർക്കും കണ്ണൂർ കിച്ചണിലേക്ക് സ്വാഗതം. വളരെ രുചിയേറിയ 3 തരം അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ആദ്യത്തേത് കുറച്ച് മധുരമുള്ള ഈത്തപ്പഴവും ചെറുനാരങ്ങയും ചേർന്നിട്ടുള്ള ഒരു അടിപൊളി അച്ചാറാണ്. അത് മിക്ക ആളുകൾക്കും ഇഷ്ടമുള്ള ഒരു അച്ചാറാണ്. പിന്നെ രണ്ടാമത്തേതായിട്ട് അതും മിക്കവരുടെയും ചെമ്മീൻ ഇഷ്ടമുള്ള ഏതൊരാളുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ചെമ്മീൻ അച്ചാറാണ് രണ്ടാമതായിട്ട് കാണിക്കുന്നത്. പിന്നെ ബീട്രൂട്ട് അച്ചാർ, അത് മധുരമില്ലാത്ത ബീട്രൂട്ട് അച്ചാറാണ് കേട്ടോ. മധുരമുള്ള ഈത്തപ്പഴം ചേർത്തിട്ടുള്ള ബീട്രൂട്ട് അച്ചാർ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെന്നുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് മധുരമില്ലാത്ത വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീട്രൂട്ട് അച്ചാറാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈത്തപ്പഴവും ചെറുനാരങ്ങയും ചേർത്തിട്ടുള്ള അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. മീഡിയം സൈസിലുള്ള 10 ചെറുനാരങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് പഴുത്ത ചെറുനാരങ്ങ വേണം അച്ചാറിന് വേണ്ടിയിട്ട് എടുക്കാൻ. പച്ച നാരങ്ങയാണെങ്കിൽ ചിലപ്പോൾ നല്ല കയ്പ്പ് വരാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ഞാൻ നല്ല പോലെ കഴുകി എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് ഈ നാരങ്ങ മുങ്ങിക്കെടുക്കാൻ പാകത്തിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് അടുപ്പത്തേക്ക് മാറ്റാം. അങ്ങനെ ഈ നാരങ്ങ ഞാൻ അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് തിളക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. തിളച്ച് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു 3 മിനിറ്റ് ഇതുപോലെ തിളപ്പിച്ചെടുക്കണം. 3 മിനിറ്റ് കേട്ടോ, നിങ്ങൾ സമയം നോക്കിക്കോളൂ. 3 മിനിറ്റ് മതി, കൂടുതൽ വെന്ത് അലിഞ്ഞു പോവരുത്. അപ്പോൾ കറക്റ്റ് 3 മിനിറ്റ് തിളക്കാൻ തുടങ്ങിയതിന് ശേഷം 3 മിനിറ്റ് ഇതുപോലെ ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇങ്ങനെ തിളച്ച് വേവുന്ന സമയത്ത്. അങ്ങനെ 3 മിനിറ്റ് വരെ നമ്മുടെ ചെറുനാരങ്ങ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം. ചെറുനാരങ്ങ അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. തണുത്തതിന് ശേഷം ഈ ചെറുനാരങ്ങ മുഴുവനും നമുക്ക് വെള്ളത്തിൽ നിന്നും ഒട്ടും വെള്ളമില്ലാതെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ഈ ചെറുനാരങ്ങ ഓരോന്നും കോട്ടൺ തുണിയോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ ഉപയോഗിച്ചിട്ട് ഇതിൽ വെള്ളം മുഴുവൻ നന്നായിട്ട് ഇതുപോലെ ഒന്ന് തുടച്ച് കളയാം. മുഴുവൻ ചെറുനാരങ്ങ നല്ലപോലെ തുടച്ച് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെറുനാരങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഓരോ ചെറുനാരങ്ങയും നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. ഒരു ചെറുനാരങ്ങ 4, 6, 8 അങ്ങനെ നമുക്ക് ഏത് വലുപ്പത്തിലാണ് വേണ്ടത് ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഓരോ നാരങ്ങയുടെയും വലുപ്പത്തിനനുസരിച്ച് 4 കഷ്ണം അല്ലെങ്കിൽ 6 കഷ്ണമൊക്കെ ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ചെറുനാരങ്ങ മുഴുവനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്യുന്ന സമയത്ത് ഈ നാരങ്ങയിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഈ ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്, ഒട്ടും കളഞ്ഞിട്ടില്ല. ചെറുനാരങ്ങയുടെ ഉള്ളിൽ നിന്നും വരുന്ന വെള്ളമൊക്കെ ഇതിലേക്ക് തന്നെ, ഈ ബൗളിലേക്ക് തന്നെ ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാരങ്ങ ഇവിടെ കട്ട് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. അതിനുശേഷം 2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. നമ്മൾ വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിലും അച്ചാറിന് ധാരാളം ഉപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ ഉപ്പും പഞ്ചസാരയും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ നാരങ്ങ നമുക്ക് അടച്ചു വെച്ചിട്ട് 2 ദിവസം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം വേണം അച്ചാറിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് പുറത്ത് തന്നെയാണ് കേട്ടോ വെക്കുന്നത്. അടച്ചു വെച്ചിട്ട് പുറത്ത് തന്നെയാണ് 2 ദിവസം സൂക്ഷിക്കുന്നത്. ധാരാളം ഉപ്പൊക്കെ ചേർത്തുകൊണ്ട് ചീത്തയാവാനൊന്നും ചാൻസ് ഇല്ല. അപ്പോൾ നല്ല ചൂടൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ, നന്നായിട്ട് ചൂട് തട്ടുന്ന സ്ഥലത്തൊക്കെയാണ് വെക്കുന്നതെങ്കിൽ ചിലപ്പോൾ ചീത്തയാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക. ഞാനിപ്പോൾ ഫ്രിഡ്ജിലല്ല, പുറത്ത് തന്നെയാണ് 2 ദിവസം വെക്കുന്നത്. അപ്പോൾ ഞാനിതിവിടെ മാറ്റി വെക്കുകയാണ്. അങ്ങനെ 2 ദിവസത്തിന് ശേഷം നമ്മുടെ നാരങ്ങ തുറന്ന് നോക്കുകയാണ്. അപ്പോൾ നല്ല പോലെ സോഫ്റ്റായി മാറിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉപ്പൊക്കെ ചേർത്ത്, ഉപ്പും പഞ്ചസാരയും ചേർത്ത് 2 ദിവസം ഇങ്ങനെ വെക്കുമ്പോഴേക്കും നമ്മുടെ നാരങ്ങ നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലെയായി മാറിയിട്ടുണ്ട്. കയ്പ്പൊക്കെ കുറേ അങ്ങ് പോയിട്ടുണ്ടാകും ഇതുപോലെ വെക്കുന്ന സമയത്ത്. അപ്പോൾ ഇനി നമുക്ക് അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അച്ചാറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 30 ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ചെറിയ ഈന്തപ്പഴമാണ്, അതുകൊണ്ട് ഒരു 30 എണ്ണം എടുത്തിട്ടുണ്ട്. വലുതൊക്കെ ആണെങ്കിൽ ഒരു 20 എണ്ണമൊക്കെ മതിയാവുമായിരിക്കും. അപ്പോൾ ഈന്തപ്പഴത്തിൻ്റെ കുരു കളഞ്ഞിട്ട് ഓരോ ഈന്തപ്പഴം 2-3 കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ 1 കപ്പാണ് കേട്ടുള്ളത്. 1 കപ്പ് എന്ന് പറയുമ്പോൾ നന്നായിട്ട് അമർത്തി വെച്ചിട്ടാണ് ഞാൻ 1 കപ്പ് അളന്നെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം.
അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് നല്ലെണ്ണയാണ് കേട്ടോ, അതായത് എള്ളെണ്ണ. ഇതാണ് അച്ചാറിന് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ യൂസ് ചെയ്യാം, പക്ഷെ നല്ലെണ്ണ ഉപയോഗിച്ചാൽ കുറേ നാൾ അച്ചാർ കേടാവാതെ ഇരിക്കും. അതുകൊണ്ട് മാത്രമല്ല നല്ല രുചിയുമാണ്, നല്ലെണ്ണയിൽ അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല രുചിയുമാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ പാത്രത്തിലേക്ക് ചേർത്തിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കടുക് ചേർത്തിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്തിട്ട് അതും കൂടി ഒന്ന് പൊട്ടിച്ചെടുക്കുക. പിന്നെ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞത്, ഇത്രയും ചേർത്തിട്ട് നല്ല പോലെ അങ്ങ് വഴറ്റിയെടുക്കാം. കറിവേപ്പില വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു അച്ചാറിൽ കറിവേപ്പില ചേർക്കാറില്ല. ഇതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു മണം വരുന്നത് വരെ നന്നായിട്ട് വഴറ്റുക. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് ഈന്തപ്പഴം ഇതിലേക്ക് ചേർത്തിട്ട് ഇതിലേക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈന്തപ്പഴം ഇങ്ങനെ ചേർത്ത് മിക്സ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. വേണമെങ്കിൽ 2 സ്പൂൺ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യാവുന്നതാണ്. നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. 1 മിനിറ്റ് വരെ ഈന്തപ്പഴം ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോഴേക്കും ഈന്തപ്പഴം നല്ല സോഫ്റ്റായിട്ട് മാറിയിട്ടുണ്ടാവും. വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഈന്തപ്പഴം ഒക്കെ കൂടി നല്ലപോലെ യോജിച്ച് വന്നിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റായി മാറിയിട്ടുണ്ട്. ഇനി ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. എല്ലാം കൂടി ഒരുമിച്ച് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഈ പാനിൽ കുറച്ച് എണ്ണ ബാക്കിയുണ്ട്. ഏകദേശം 1/2 ടേബിൾ സ്പൂണോളം എണ്ണയുണ്ട്. എങ്കിൽ പോലും ഞാനൊരു 2 ടേബിൾ സ്പൂൺ വരെ എണ്ണ വീണ്ടും ചേർക്കുകയാണ്. എന്നിട്ട് ഫ്ലെയിം നല്ലോണം കുറച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികൾ ചേർക്കാൻ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇത് നല്ല പോലെ അങ്ങ് വഴറ്റിയെടുക്കാം. 1.5-2 മിനിറ്റ് സമയം വരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ പൊടികൾ നന്നായിട്ട് വഴറ്റണം. എങ്കിൽ മാത്രമേ പൊടികളുടെ ആ ഒരു പച്ച കുത്തൊക്കെ അങ്ങ് പോയി കിട്ടുള്ളൂ. ഞാനൊരു 2 മിനിറ്റ് സമയം ഇങ്ങനെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ല പോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ നേരത്തെയും 2 ടീസ്പൂൺ ചേർത്തിരുന്നു. ഈ സമയത്ത് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണ്ട അച്ചാറിനുണ്ടെങ്കിൽ ഈ പഞ്ചസാര ഒഴിവാക്കാം. പക്ഷേ ഈ പഞ്ചസാരയൊക്കെ കൂടി ചേർത്ത് വരുമ്പോഴാണ് നമ്മുടെ അച്ചാറിനൊരു നല്ല രുചി കിട്ടുന്നത്. അപ്പോൾ പഞ്ചസാരയും കൂടി ചേർത്ത് 1/2 മിനിറ്റ് വരെ വീണ്ടും മിക്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതിലേക്കൊരു 3/4 കപ്പ് വിനാഗിരിയാണ് ചേർക്കുന്നത്. 3/4 കപ്പ് മുതൽ 1 കപ്പ് വരെയൊക്കെ വേണമെങ്കിൽ ചേർക്കാം. ഞാൻ 3/4 കപ്പാണ് ചേർത്തിരിക്കുന്നത്. സിർക്ക ചേർത്തിട്ട് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്യാം. കട്ടയൊക്കെ ഉടച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു 1/2 കപ്പ് വരെ വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. സാധാരണ വെള്ളമാണ് കേട്ടോ, നോർമൽ വാട്ടറാണ് ചേർക്കുന്നത്. നമ്മുടെ അച്ചാറിൽ കിടന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. വെള്ളം ചേർത്തിട്ടും നല്ലപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം ഇത് നന്നായിട്ട് 1 മിനിറ്റ് സമയം വരെ നല്ലപോലെ അങ്ങ് തിളപ്പിച്ചെടുക്കണം. നമ്മൾ ചേർത്ത വിനാഗിരിയും വെള്ളവും കൂടി ഇങ്ങനെ തിളച്ച് വരണം നന്നായിട്ട്. 1 മിനിറ്റ് സമയം വരെ നന്നായിട്ട് ഇതിങ്ങനെ വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചെറുനാരങ്ങ ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചെറുനാരങ്ങ ചേർത്ത് മിക്സ് ചെയ്ത ഉടനെ തന്നെ നമ്മുടെ അടുപ്പിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക. ഞാനിത് ഓഫ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച ഈന്തപ്പഴവും വെളുത്തുള്ളിയൊക്കെ ചേർന്ന് മിക്സും കൂടി ഈ അച്ചാറിലേക്ക് ചേർക്കുക. ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. നമ്മൾ ചെറുനാരങ്ങ ചേർത്ത് മിക്സ് ചെയ്ത ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. എന്നിട്ട് വേണം ഇതൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈന്തപ്പഴം മിക്സ് ചേർത്ത് ഇതിലേക്ക് നന്നായിട്ട് യോജിപ്പിക്കുന്ന സമയത്ത് അച്ചാർ നല്ല തിക്കായിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. കണ്ടില്ലേ, നമ്മൾ മിക്സ് ചെയ്യുന്തോറും ഇതിങ്ങനെ നല്ല തിക്കായിട്ട് വരും. ഈന്തപ്പഴത്തിൻ്റെ കട്ടയൊക്കെ മുഴുവൻ നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. എന്നിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല പോലെ അങ്ങ് ഉടച്ച് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ അച്ചാർ നല്ല തിക്കായി മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത വെള്ളം അല്ലെങ്കിൽ വിനാഗിരി ചേർത്തിട്ട് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഞാനിത് അടുപ്പത്തുനിന്ന് മാറ്റുകയാണ്. അപ്പോൾ അടുപ്പത്തുനിന്ന് മാറ്റിയതിന് ശേഷം നമ്മുടെ അച്ചാർ നല്ലപോലെ തണുത്ത് റൂം ടെമ്പറേച്ചറിലായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ഗ്ലാസിൻ്റെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. നന്നായിട്ട് കഴുകി തുടച്ച് ഒട്ടും വെള്ളമില്ലാതെ ജാറിലേക്ക് വേണം അച്ചാർ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ അച്ചാർ മുഴുവൻ ഞാൻ ഗ്ലാസ് ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ചെറിയൊരു പണി ബാക്കിയുണ്ട്. ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ച് നല്ലപോലെ ചൂടാക്കിയെടുക്കാം. അതിലേക്ക് വീണ്ടും നമുക്ക് എള്ളെണ്ണ ചേർത്തിട്ട് ഒന്ന് ചൂടാക്കണം. 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ വരെയൊക്കെ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ചൂടാക്കിയെടുക്കാം. ചൂടായിട്ട് ഇങ്ങനെ പുക വരണം, അത്ര വരെ നല്ലപോലെ ചൂടാക്കുക. ഇതിപ്പോൾ കണ്ടില്ലേ, എണ്ണ ചൂടായിട്ട് നല്ല പുകയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഈ എണ്ണ എടുത്തിട്ട് നമ്മുടെ അച്ചാറിൻ്റെ മുകളിലേക്ക് ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. തണുക്കാൻ നിൽക്കരുത്, ചൂടോടുകൂടി തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള കുപ്പി അല്ലെങ്കിൽ പൊട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല കുപ്പി തന്നെ എടുക്കുക. അല്ലെങ്കിൽ ഭരണി എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഭരണി ആകുമ്പോൾ പൊട്ടിപ്പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. അപ്പോൾ ഞാനിത് എണ്ണ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണ ഒന്ന് തണുത്തിട്ട് റൂം ടെമ്പറേച്ചറിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച എണ്ണയൊക്കെ തണുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് സൂക്ഷിച്ച് വെക്കാം. 2 ആഴ്ച ഇതേപോലെ വെച്ചതിന് ശേഷം എടുക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ്. നമുക്ക് ഉണ്ടാക്കി അന്ന് തൊട്ട് തന്നെ യൂസ് ചെയ്യാം. നല്ല രുചിയാണ് കേട്ടോ. നിങ്ങൾ കഴിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല ടേസ്റ്റാണ്. പക്ഷേ 2 ആഴ്ച കൂടി വെച്ചിരിക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല അടിപൊളിയായിരിക്കും. അടുത്തതായിട്ട് നമുക്ക് നല്ല അടിപൊളി ചെമ്മീൻ അച്ചാർ എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കിലോഗ്രാം ചെമ്മീനാണ് വാങ്ങിയിരുന്നത്. ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 700 ഗ്രാമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ചെമ്മീനാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. ഒരുപാട് വലിയ ചെമ്മീനേക്കാളും കുറച്ച് ചെറിയ ചെമ്മീനാണ് നല്ലത്. എന്നാൽ തീരെ പൊടിയായിട്ടുള്ള ചെമ്മീനുമല്ല, ഒരു മീഡിയം സൈസിലുള്ള ചെമ്മീൻ എടുത്തിട്ട് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് അതിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഈ ചെമ്മീനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഏകദേശം 1 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്തതിന് ശേഷം എല്ലാം കൂടി ചെമ്മീനിലേക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഇതുപോലെ 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ നല്ലതാണ്. സമയമുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ തന്നെ ഫ്രൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഞാനൊരു 15 മിനിറ്റോളം ഇതിങ്ങനെ ഇവിടെ അടച്ച് വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. അങ്ങനെ നമ്മുടെ ചെമ്മീനിൽ മസാല പുരട്ടി വെച്ചിട്ടൊരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഒരു 5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഞാനിത് ഫ്രൈ ചെയ്യാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ലാസ്റ്റ് അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് നല്ലെണ്ണ യൂസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് തന്നെ നല്ലെണ്ണ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം നല്ലെണ്ണയിലും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഏതായാലും വെളിച്ചെണ്ണ ഒരു 5 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഈ ഒരു ഫ്രൈ ചെയ്യുന്ന സമയത്തിന് ചെമ്മീൻ നന്നായിട്ട് വെന്ത് വരണം. കാരണം നമ്മൾ അച്ചാറിലിട്ടിട്ട് അധിക സമയമൊന്നും ചെമ്മീൻ വേവിക്കില്ല. അതുകൊണ്ട് ഈ ഒരു സമയത്തിന് നല്ലതുപോലെ വേവിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടെ മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ തന്നെ ചെമ്മീൻ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിക്കോളും. അപ്പോൾ ഇത് ചെമ്മീനിൽ നിന്നും ധാരാളം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ വെള്ളത്തിൽ കിടന്ന് ചെമ്മീൻ നന്നായിട്ട് അങ്ങ് വെന്തോളും. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് നമ്മുടെ ചെമ്മീനിലെ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചെമ്മീൻ ഞാൻ ഒരുപാടങ്ങ് ഡ്രൈ ആക്കി എടുക്കുന്നില്ല കേട്ടോ. കുറച്ചൊന്ന്, അതായത് കുറച്ചൊരു വെള്ളത്തോടു കൂടി തന്നെയാണ് അടുപ്പത്തുനിന്ന് മാറ്റുന്നത്. ഒരുപാട് ഡ്രൈ ആക്കി എടുക്കുന്നതിനേക്കാളും നമ്മുടെ ചെമ്മീൻ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവും. അതായത് അച്ചാറിടുന്ന ചെമ്മീൻ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക ഈ ഒരു രീതിയിൽ എടുക്കുന്ന സമയത്താണ്. അതുകൊണ്ട് ഒരുപാട് ഡ്രൈ ആവാൻ വെക്കാതെ കുറച്ചൊന്ന് വറ്റി തുടങ്ങുമ്പോൾ തന്നെ ഞാനിത് അടുപ്പത്തുനിന്ന് മാറ്റാണ്. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ അച്ചാറിനേക്ക് വേണ്ടത് 1/2 കപ്പ് വെളുത്തുള്ളിയും 1/4 കപ്പ് വരെ ഇഞ്ചിയാണ് കേട്ടോ. അത് രണ്ടും ഞാനിവിടെ തൊലി കളഞ്ഞ് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇത് രണ്ടും കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഒരുപാട് പേസ്റ്റാക്കി എടുക്കണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. അങ്ങനെ ഇതാ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഞാനിവിടെ ചതച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. എന്നിട്ട് അച്ചാർ തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് നമുക്ക് ചൂടായ ഒരു പാത്രത്തിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം, അതായത് എള്ളെണ്ണ. ഇത് ഞാനൊരു 100 ഗ്രാം ഒഴിക്കുന്നുണ്ട് കേട്ടോ. 100 ഗ്രാം നല്ലെണ്ണയിലാണ് ഞാൻ ഈ അച്ചാർ
തയ്യാറാക്കുന്നത്. അതായത് നമ്മൾ 1 കിലോഗ്രാം ചെമ്മീൻ വാങ്ങിക്കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് അച്ചാറിന് വേണ്ടിയിട്ട് ഒരു 100 ഗ്രാം നല്ലെണ്ണ നല്ല പാകത്തിനുള്ള അളവായിരിക്കും. അപ്പോൾ അത് ചേർത്ത് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ചതച്ചെടുത്തിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ട് നല്ലതുപോലെ അങ്ങ് വഴറ്റിയെടുക്കാം. ഇത് വഴറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ചധികം തന്നെ കറിവേപ്പില കൂടി ചേർക്കാം. ഈ ഒരു അച്ചാറിൽ ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകും കൂടി ചേർക്കാം. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കളറ് ചെറുതായിട്ട് മാറി നല്ലൊരു മണം വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി തീ നല്ലോണം കുറച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്, അതായത് ഉണക്കമുളകൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്, അത് രണ്ടും ചേർക്കാം. മുളക് പൊടി ഞാൻ കാശ്മീരി മുളകാണ് എടുത്തിരിക്കുന്നത്. ചില്ലി ഫ്ലേക്സ് എടുത്തിരിക്കുന്നത് സാധാരണ മുളക് ഒന്ന് നുറുക്കിയതാണ് കേട്ടോ. അപ്പോൾ അത് രണ്ടും ചേർത്തിട്ട് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് തീ നല്ലോണം കുറച്ച് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ ചെറിയ തീയിൽ വേണം ഇത് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മുളക് പൊടിയുടെയും ചില്ലി ഫ്ലേക്സിൻ്റെയും അളവ് നിങ്ങളുടെ എരിവിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടങ്ങ് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവയുടെ പൊടിയും 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഉലുവ ഞാൻ വറുത്ത് പൊടിച്ച് വെച്ച പൊടിയാണ് ചേർത്തിരിക്കുന്നത്. കായം പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കായം 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിരുന്നു. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കാം. നമ്മൾ ചെമ്മീനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിലും അച്ചാറിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചെമ്മീൻ അതിൻ്റെ വെള്ളത്തോട് കൂടി തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് ചെമ്മീനും മസാലയും കൂടി നന്നായിട്ടങ്ങ് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ആദ്യം ഇതിലേക്ക് 1/2 കപ്പ് വിനാഗിരി ചേർക്കാം. അപ്പോൾ ആദ്യം 1/2 കപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് വീണ്ടും കുറച്ചുകൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് 1/2 കപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല, സിർക്ക മാത്രമേ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് യോജിച്ച് വന്നതിന് ശേഷം വീണ്ടും ഞാനൊരു ഏകദേശം 1/3 കപ്പോളം വിനാഗിരി ചേർക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ അച്ചാർ കുറച്ചുകൂടി ലൂസാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വിനാഗിരി ചേർക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. മുഴുവനായിട്ട് വിനാഗിരി വേണ്ട, വെള്ളം കൂടി ചേർക്കണം എന്നുണ്ടെങ്കിൽ പകുതി വിനാഗിരിയും പകുതി വെള്ളവുമായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ മതിയാവും. പക്ഷേ ഞാൻ ഈ ഒരു അച്ചാറിൽ വിനാഗിരി മാത്രമേ ചേർക്കുന്നുള്ളൂ. കുറേ കാലം അതങ്ങനെ കേടാവാതെ ഇരുന്നോളും. ഏറ്റവും അവസാനം നമ്മുടെ അച്ചാറിന് വളരെ രുചി കൂടാനും നല്ലൊരു മണം കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് 2 ടീസ്പൂൺ കടുക് പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ അത് 2 ടീസ്പൂൺ അവസാനം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഞാൻ ഇതിൻ്റെ ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ ഉപ്പ് കുറവായിരുന്നു. അതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 4-5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു 4-5 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഇതുപോലെ എണ്ണ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നല്ലതുപോലെ എണ്ണ തെളിഞ്ഞ് കാണാൻ പറ്റും. അത്രയും സമയം ഒരു 4-5 മിനിറ്റ് സമയം ഇങ്ങനെ ചെറിയ തീയിലൊന്ന് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം ഒന്നുകൂടി മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ അച്ചാർ അതിൻ്റെ ചൂടൊക്കെ കുറഞ്ഞ് റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അച്ചാർ കുറച്ചുകൂടി ഒന്ന് തിക്കായി മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്ന സമയത്തിന് അതിനനുസരിച്ച് വിനാഗിരി അല്ലെങ്കിൽ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഈ ഒരു പാകത്തിൽ തന്നെയാണ് ഞാൻ ഈ അച്ചാർ തയ്യാറാക്കി വെക്കുന്നത്. അപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല അടിപൊളി ചെമ്മീൻ അച്ചാർ തയ്യാറായിട്ടുണ്ട്. ഇത് നമ്മൾ ഒട്ടും എയർ കടക്കാത്ത ബോട്ടിലൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് 1 വർഷം വരെയൊക്കെ സൂക്ഷിക്കാം. മാത്രമല്ല വെക്കും തോറും ഇതിൻ്റെ രുചി കൂടി വരെയുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി ചെമ്മീൻ അച്ചാറാണ്. ഇനി നമുക്ക് ബീട്രൂട്ട് അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇത് മധുരമില്ലാത്ത ബീട്രൂട്ട് അച്ചാറാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കാണുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റും. കാണാൻ നല്ല ഭംഗിയില്ലേ ഇത്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം.
അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് രണ്ടും കൂടി 400 ഗ്രാമാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്ന അളവ് നിങ്ങൾക്ക് 1/2 കിലോ വരെയുള്ള ബീട്രൂട്ട് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. 1/2 കിലോ വരെ ബീട്രൂട്ട് എടുത്താലും ഈ ഒരു മറ്റുള്ള മസാലകളൊക്കെ ഈ ഒരു അളവിൽ തന്നെ എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ബീട്രൂട്ട് ഇതുപോലെ തൊലി കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ബീട്രൂട്ട് ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ഞാൻ ബീട്രൂട്ട് ആദ്യം വറുത്തെടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണ ഉപയോഗിച്ചിട്ട് തന്നെ വറുത്തെടുക്കാം. ഞാൻ ആദ്യം വെളിച്ചെണ്ണയിൽ ഇതൊന്ന് വറുത്തതിന് ശേഷം പിന്നെ അച്ചാർ ഉണ്ടാക്കുന്നത് നല്ലെണ്ണ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ബീട്രൂട്ട് നല്ലതുപോലെ കുറച്ചൊരു 5-6 മിനിറ്റ് സമയം കൊണ്ട് തന്നെ നമ്മുടെ ബീട്രൂട്ട് റെഡിയായി കിട്ടും. നമ്മൾ എണ്ണയിലിട്ട് വറുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതങ്ങ് ഫ്രൈ ആയിട്ട് കിട്ടും. തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം എന്നില്ല കേട്ടോ. ഇടയ്ക്കിടെ മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് നമ്മുടെ ബീട്രൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. വെന്തിട്ടുണ്ടോ എന്ന് സംശയം ഉണ്ടെങ്കിൽ ഒരെണ്ണം എടുത്ത് കഴിച്ച് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും വെന്തിട്ടുണ്ടോ എന്നുള്ളത്. ഇതിപ്പോൾ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് ഇത് ഈ എണ്ണ അടക്കം ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ വറുക്കാൻ ഉപയോഗിച്ച എണ്ണയോട് കൂടിയിട്ട് തന്നെ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഈ സെയിം പാൻ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലെണ്ണ എന്ന് പറഞ്ഞാൽ എള്ളെണ്ണയാണ് കേട്ടോ. എള്ളെണ്ണ 5 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് നല്ലതുപോലെ അങ്ങ് ചൂടാക്കി എടുക്കുക. എണ്ണ നന്നായിട്ട് ഇതുപോലെ ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ എണ്ണ നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇത് നമുക്ക് ലാസ്റ്റ് അച്ചാറിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ 5 ടേബിൾ സ്പൂണിൽ നിന്നും നല്ലതുപോലെ ചൂടായതിന് ശേഷം 3 ടേബിൾ സ്പൂൺ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ഉപയോഗിച്ചിട്ടാണ് അച്ചാർ തയ്യാറാക്കുന്നത്. ബൗളിലുള്ള എണ്ണ നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഈ എണ്ണയിലേക്ക് നമുക്ക് ആദ്യം 1 ടീസ്പൂൺ കടുക് ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് നല്ലതുപോലെ പൊട്ടി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ ഉലുവ കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. ഉലുവ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ആ സമയത്ത് കുറച്ച് കറിവേപ്പില ചേർക്കുക. 3 പച്ചമുളക് ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഏകദേശം 1.5 ടേബിൾ സ്പൂൺ വരെ വെളുത്തുള്ളി അരിഞ്ഞതും ഒരു 1.5 ടീസ്പൂൺ വരെ ഇഞ്ചി അരിഞ്ഞതും ചേർത്തിട്ടുണ്ട്. വീണ്ടും കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില നല്ലോണം ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് ഏകദേശം 1 മിനിറ്റ് വരെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി, അല്ലെങ്കിൽ കായത്തിൻ്റെ കട്ടയാണ് ഉള്ളതെങ്കിൽ ഒരു ചെറിയ കഷ്ണം കട്ട ചേർത്താൽ മതി. പൊടികൾ ചേർത്തിട്ട് ഏകദേശം 1 മിനിറ്റ് വരെ നല്ലതുപോലെ വഴറ്റിയെടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ. തീ കുറച്ച് വെച്ച് പൊടികൾ ചേർത്ത് ചെറിയ തീയിലിട്ടിട്ട് തന്നെ നല്ലതുപോലെ വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് വിനാഗിരി ചേർക്കാം. 1/2 കപ്പ് സിർക്ക ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ ഞാൻ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. സിർക്ക മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം ചേർത്തിട്ട് ഉണ്ടാക്കിയാൽ മതി. അതായത് കുറച്ച് ദിവസം മാത്രം സൂക്ഷിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കാം. കുറച്ച് സിർക്ക 1-2 ടേബിൾ സ്പൂൺ സിർക്ക ചേർത്തിട്ട് ബാക്കി വെള്ളം ചേർക്കാവുന്നതാണ്. പക്ഷെ കൂടുതൽ നാൾ ഇരിക്കണം എന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കാതെ വിനാഗിരി മാത്രം ചേർക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം 2 ടീസ്പൂണോളം കല്ലുപ്പാണ് ചേർത്തത്. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഉപ്പ് നല്ലതുപോലെ ഒന്ന് മെൽറ്റായിട്ട് വരണം. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ബീട്രൂട്ട് ആ എണ്ണയോട് കൂടി തന്നെയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അധികം എണ്ണ വേണ്ട അച്ചാറിൽ എന്നുണ്ടെങ്കിൽ ആ എണ്ണ മാറ്റിയിട്ട് ബീട്രൂട്ട് മാത്രമായിട്ടും ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ബീട്രൂട്ടിൽ നമ്മൾ ചേർത്തിരിക്കുന്ന പൊടികളും ഒക്കെ കൂടി നല്ലതുപോലെ അങ്ങ് യോജിച്ച് വരുന്ന രീതിയിൽ 2-3 മിനിറ്റ് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. നല്ലതുപോലെ തണുത്ത് റൂം ടെമ്പറേച്ചറിലാവാൻ വേണ്ടിയിട്ട് നമുക്കിനി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് അച്ചാർ നന്നായിട്ട് തണുത്തിട്ടുണ്ട്, റൂം ടെമ്പറേച്ചറിലായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഈ സമയത്ത് ഒന്നുകൂടി നല്ല തിക്കായിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ലൂസ് ആക്കണം എന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് വിനാഗിരി ചൂടാക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഒരു ഭരണിയിലോ അല്ലെങ്കിൽ കുപ്പിയിലോ ഇട്ട് കൊടുക്കാം. ഒട്ടും വെള്ളം ഇല്ലാതെ, വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഇല്ലാത്ത ഭരണിയോ കുപ്പിയോ വേണം എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോവും. ഇനി നമ്മൾ നേരത്തെ ചൂടാക്കി മാറ്റി വെച്ച നല്ലെണ്ണ ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം.
ചൂടാക്കിയിട്ട് തണുപ്പിച്ച നല്ലെണ്ണ ഇതുപോലെ അച്ചാറിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറേ നാൾ കേടാവാതെ ഇരുന്നോളും. അതുപോലെ തന്നെ നമ്മൾ വെള്ളം ചേർത്താലൊക്കെ നമുക്ക് കുറേ നാളൊന്നും സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല, പിന്നെ ഫ്രിഡ്ജിലെടുത്ത് വെക്കേണ്ടി വരും. ഈ ഒരു അച്ചാർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ പുറത്ത് വെച്ചിട്ട് തന്നെ ഒരു 5-6 മാസമൊക്കെ സൂക്ഷിക്കാൻ പറ്റും. ഒട്ടും വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്ത ഭരണിയൊക്കെ എടുത്തിട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ 5-6 മാസം വരെ സൂക്ഷിക്കാം. പിന്നെ എന്നിട്ട് പിന്നെയും ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറേ നാൾ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. പക്ഷേ അത്രക്കൊന്നും ഇതിപ്പോൾ ഇല്ല. ഞാൻ ഈ 400 ഗ്രാം വെച്ചിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഒരാഴ്ചയൊക്കെ കൊണ്ട് തന്നെ അതങ്ങ് തീരും. ഒരുപാട് നാളൊന്നും സൂക്ഷിക്കാനൊന്നും ഉണ്ടാവില്ല. കുറേ നാൾ സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കേണ്ടി വരും. 2 കിലോ അല്ലെങ്കിൽ 3 കിലോഗ്രാമൊക്കെ ഒരുമിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നാൾ സൂക്ഷിച്ച് വെക്കാം. ഇതിപ്പോൾ വളരെ കുറച്ച് അച്ചാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു അച്ചാർ ഇഷ്ടമാവും, ഉറപ്പാണ്. ഇന്ന് ഞാൻ കാണിച്ച 3 അച്ചാറുകളും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് വീട്ടിലെപ്പോഴും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ 3 തരം അച്ചാറിൻ്റെ റെസിപ്പിയാണ്. പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലതാണല്ലോ നമ്മൾ വീട്ടിൽ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ. നല്ല രുചിയുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്